ജിന്നോട് എൻ്റെ അമ്മേനെ പോലത്തെ ഒരു അമ്മയല്ലേ ഞാൻ ജിന്നിട്ട് എന്നും അമ്മേന്ന് അറിഞ്ഞ് വിളിച്ചു പറഞ്ഞ ആളല്ല നായാച്ചി. നമസ്കാരം. പോയ വർഷത്തെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു പൊന്നാനിയിലെ 550 പവൻ കവർന്ന കേസിലെ പ്രതികളെ പിടികൂടിയത്. 7 മാസത്തെ സമയോചിത അന്വേഷണത്തിനൊടുവിലാണ് പൊന്നാനിയിലെ ഏറ്റവും വലിയ കവർച്ചയ്ക്ക് അന്ത്യം കുറിച്ചത്. വിദേശത്ത് കുടുംബസമേതം താമസിക്കുന്ന മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിൽ ഏപ്രിൽ 13 ശനിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. 7 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ കേസിലെ പ്രതികളായ പൊന്നാനിയിൽ താമസക്കാരനായ വാടാനപ്പള്ളി സ്വദേശി സുഹൈൽ, അബ്ദുൽ നാസർ, പാലക്കാട് കാവശ്ശേരി സ്വദേശി മനോജ് എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സുഹൈലായിരുന്നു പൊന്നാനി കവർച്ചയുടെ സൂത്രധാരൻ. പ്രതികളിൽ നിന്ന് 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയും കണ്ടെടുത്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വേദനയുള്ള ഓർമ്മയാണ് MT വാസുദേവൻ നായരുടെ വിയോഗം. കാലത്തെയും മഞ്ഞിനെയും ഒരു യുഗത്തിന്റെ കഥകളെയും അടയാളപ്പെടുത്തിയാണ് 2024 തീരാനഷ്ടമായി MT വാസുദേവൻ നായർ വിടവാങ്ങിയത്. ആധുനികതയുടെ തൂലികയിൽ ഒറ്റപ്പെട്ടവന്റെ വേദനയും മനുഷ്യ മനസ്സിന്റെ ആകുലതകളും MT പകർത്തി. ലോകസാഹിത്യത്തെ ആഴത്തിൽ അറിഞ്ഞപ്പോഴും തന്റെ ചുറ്റുപാടുകൾ മാത്രം MTയുടെ തൂലികയിലൂടെ നിർത്താതെ ഒഴുകി. ഗ്രാമവും നാടും നാട്ടിലെ മനുഷ്യരുമൊക്കെ പ്രമേയങ്ങളായി. നിളയുടെ തീരത്തുള്ള എഴുത്തുകാരന്റെ മാടത്ത് തെക്കേപ്പാട്ട് തറവാട്ട് വീടും കൂടല്ലൂർ അങ്ങാടിയും പരുതൂരിലെ കൊടിക്കുന്നും ആ ചരിത്ര പുരുഷനെയോർത്ത് വിങ്ങി. മലയാള സാഹിത്യ കുലപതി MTയെക്കുറിച്ച് അനുസ്മരിച്ചവരുടെ വാക്കുകളിൽ ഉടനീളം അദ്ദേഹത്തിന്റെ കഥയും കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും നിറഞ്ഞു നിന്നു. ചിലയിടങ്ങളിൽ പ്രാസംഗികരുടെയും ശബ്ദമിടറി. അത് കേട്ടുകൊണ്ട് അവിടുത്തെ സാധാരണ മനുഷ്യർ നിളയുടെ കഥാകാരന്റെ ഓർമ്മകളിൽ വികാരാധീനരായി. പൊന്നാനിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ വാർത്തയായിരുന്നു പൊന്നാനിക്കാരൻ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ IFFKയിൽ 5 പുരസ്കാരങ്ങൾ നേടിയത്. ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അവാർഡുകളാണ് ഫെമിനിച്ചി ഫാത്തിമ കരസ്ഥമാക്കിയത്. Best Malayalam film, Network Award for the Best Malayalam Film goes to Feminist Fatima by Fasil Muhammad. Fasil Muhammad for Feminist Fatima, which are kindly come on to the stage and receive the award from Honorable Chief Minister of Kerala, Shri Pinarayi Vijayan. യാഥാസ്ഥിതിക ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ ഒന്ന് നടുനിവർത്താൻ പോലും കഴിയാതെ ജീവിത സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പല പെണ്ണുങ്ങളുടെയും കഥ, പറഞ്ഞുവെക്കുന്ന സന്ദേശം സമൂഹത്തിലെ പല സ്ത്രീകളുടെയും വിഷയം. 2025 ആകുമ്പോഴേക്കും ഇപ്പോഴും സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തേ ഇനിയും മാറ്റം വരാത്തതെന്ന വലിയ ചോദ്യം സിനിമ പറഞ്ഞുവെക്കുന്നു. സിനിമ പിറവിയെടുത്തതോ പൊന്നാനിക്കാരനായ ഫാസിൽ മുഹമ്മദിൽ നിന്നും. അതുപോലെ തന്നെ സന്തോഷം നിറഞ്ഞ മറ്റൊരു വാർത്തയായിരുന്നു 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് നമ്മുടെ സ്വന്തം പരുതൂരുകാരിയായ ബീന ടീച്ചറെയായിരുന്നു.
തടവെന്ന സിനിമയിൽ ഗീത എന്ന അംഗനവാടി ടീച്ചറിലൂടെയാണ് ബീന ടീച്ചറെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയെത്തിയത്. ഗീത എന്ന അംഗനവാടി ടീച്ചറുടെ സംഘർഷം നിറഞ്ഞ ജീവിതം പറഞ്ഞ തടവ് സിനിമയിലൂടെ ബീന ആർ ചന്ദ്രനെ തേടിയെത്തിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരമാണ്. പരദൂർ CUP സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് ബീന. നാടകവേദികളിൽ സജീവമായ ബീനയുടെ ആദ്യ സിനിമ കൂടിയാണ് തടവ്. പൊന്നാനിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തെന്ന കേസ്. പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പല തവണകളിലായി പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. എന്നാൽ ഇവരുടെ വാദം തള്ളി പോലീസ് ഉദ്യോഗസ്ഥരും രംഗത്തെത്തി. മലപ്പുറം മുൻ SP ഉൾപ്പെടെയുള്ളവർ പീഡിപ്പിച്ചെന്ന പൊന്നാനി സ്വദേശിയായ വീട്ടമ്മയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ CI വിനോദ് വലിയാട്ടൂർ നൽകിയ ഹർജിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ FIR ഇടുന്നത് ഹൈക്കോടതി തടയുകയും ചെയ്തു. സംഭവം വാർത്തകളിൽ ഇടം പിടിച്ചതോടെ ഉദ്യോഗസ്ഥർ മറുപടിയുമായി എത്തിയിരുന്നു. ഈ അടുത്താണ് KSRTC ബസ്സിൽ 1 കോടിയുടെ സ്വർണ്ണ കവർച്ച നടക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ജ്വല്ലറി ജീവനക്കാരനിൽ നിന്നാണ് സ്വർണം കവർന്നത്. കവർച്ച നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്തു. പള്ളുരുത്തി സ്വദേശികളായ പാറപ്പുറത്ത് നിസാർ എന്ന ജോയ്, നെല്ലിക്കൽ നൌഫൽ, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി നാലേരി വീട്ടിൽ ജയാനന്ദൻ എന്ന ബാബു എന്നിവരെയാണ് 24 മണിക്കൂർ കൊണ്ട് അന്വേഷണ സംഘം വലയിലാക്കിയത്. തിരൂരിലുള്ള ജ്വല്ലറിയിൽ മോഡൽ കാണിക്കുന്നതിനായി ജെബി എന്ന ജീവനക്കാരന്റെ കൈവശം കൊടുത്തുവിട്ട സ്വർണ്ണാഭരണങ്ങളാണ് കുറ്റിപ്പുറത്ത് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രക്കിടെ സംഘം ബാഗിൽ നിന്ന് കവർന്നത്. 1,08,00,000 രൂപ വില വരുന്ന 1511 ഗ്രാം സ്വർണമാണ് ഇവർ കവർച്ച ചെയ്തത്. ഇവരിൽ നിന്നും 724 ഗ്രാം സ്വർണവും 23,89,000 രൂപയും പിടിച്ചെടുത്തിരുന്നു. മറ്റൊരു വേദനാജനകമായ വാർത്തയായിരുന്നു കാഞ്ഞിരമുക്ക് പുറങ്ങിൽ ഒരു കുടുംബത്തിലെ 3 പേർ തീ കൊളുത്തി മരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി മൂലമായിരുന്നു ആത്മഹത്യ. ഏറാട്ട് വീട്ടിൽ സരസ്വതി, മകൻ മണികണ്ഠൻ, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. പുറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്താണ് മണികണ്ഠനും കുടുംബവും താമസിക്കുന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ തീയണച്ച് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് മണികണ്ഠൻ നേരത്തെ പോലീസിന് മൊഴി നൽകിയെന്നാണ് വിവരം. മോഷണവും മരണങ്ങളും സന്തോഷകരമായ വാർത്തകളും ഇടം പിടിച്ച ഇതേ സമയത്ത് തന്നെയാണ് ഇലക്ഷന്റെ ആരവങ്ങളും ഉണ്ടായത്. പൊന്നാനിയിൽ 5,62,516 വോട്ടുകൾ നേടി MP അബ്ദുസമദ് സമദാനി പൊന്നാനിയുടെ കോട്ട പിടിച്ചു. ആയിരത്തി 1977 ശേഷം ലീഗ് സ്ഥാനാർത്ഥിയല്ലാതെ മറ്റൊരാൾ ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് വണ്ടി കയറിയിട്ടില്ല. പൊന്നാനി പച്ചക്കോട്ടയാണെന്ന് ആഞ്ഞുറപ്പിച്ചാണ് സമദാനി മഹാവിജയത്തേരിലേറുന്നത്. ലീഗിന്റെ മുൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KS ഹംസയെ CPM ചിഹ്നത്തിൽ മത്സരിപ്പിച്ചായിരുന്നു LDFന്റെ പരീക്ഷണം. എന്നാൽ അത് നിലം തൊട്ടില്ലെന്ന് മാത്രമല്ല, ഏകപക്ഷീയ തേരോട്ടമാണ് സമദാനി സാധ്യമാക്കിയത്. KS ഹംസ 3,26,756 വോട്ടും BJP സ്ഥാനാർത്ഥി നിവേദിത 1,24,798 വോട്ടും നേടി. പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ വായ്മൂടിക്കെട്ടി മർദ്ദിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസും വാർത്തകളിൽ ഇടം പിടിച്ചു. വീട്ടമ്മയായ രാധയെ സഹായിക്കാൻ വന്ന സ്ത്രീയും അവരുടെ പരിചയക്കാരനും ചേർന്നായിരുന്നു മോഷണം നടത്തിയത്. കേസിൽ 24 മണിക്കൂറിനകം പോലീസ് പ്രതികളെ പിടികൂടിയിരുന്നു. പൊന്നാനി മുക്കട്ടക്കൽ സ്വദേശി പ്രീതി, ഓംതൃക്കാവ് സ്വദേശി ദിനേശ് എന്നിവരാണ് മോഷണത്തിന് പിന്നിൽ.
വീട്ടിൽ ജോലിക്ക് വന്ന സ്ത്രീയെക്കുറിച്ച് രാധ നൽകിയ സൂചനയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാനായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാധയെ പ്ലാസ്റ്ററിംഗ് ടാപ്പ് കൊണ്ട് കഴുത്തു ചുറ്റുകയും തോർത്തുമുണ്ടുകൊണ്ട് വായ്മൂടി കെട്ടി മർദ്ദിക്കുകയുമായിരുന്നു. രാധയുടെ കഴുത്തിലുണ്ടായിരുന്ന 1.25 പവൻ മാല, 1.25 പവൻ തൂക്കമുള്ള വള, 1 പവന്റെ മറ്റൊരു വള, 1/2 പവൻ തൂക്കമുള്ള കമ്മൽ എന്നിവയായിരുന്നു അപഹരിച്ചത്. പോയ വർഷം പല അപകട മരണങ്ങളും ഉണ്ടായി. റോഡപകടങ്ങളിൽ നിരവധിയായ ജീവനുകളും പൊലിഞ്ഞു. എടപ്പാളിൽ മേൽപ്പാലത്തിന് താഴെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്കിൽ സഞ്ചരിച്ച യുവാക്കൾ എതിർദിശയിൽ വന്ന KSRTC ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വട്ടംകുളത്ത് നായ കുറുകെ ചാടി ഓട്ടോ മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടിരുന്നു. പൊന്നാനിയിൽ റോഡിൽ വീണ മാങ്ങ എടുക്കുന്നതിനിടെ ഓട്ടോ ടാക്സി ഇടിച്ച് ബസ് ജീവനക്കാരനും മരിച്ചിരുന്നു. വട്ടംകുളം കുറ്റിപ്പാലയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനും മരിച്ചിരുന്നു. ആലൂർ സ്വദേശിയാണ് മരണപ്പെട്ടത്. പൊന്നാനി പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിലിടിച്ച് 2 യുവാക്കളും മരിച്ചു. തെക്കപ്പുറം സ്വദേശി അസറുദ്ദീൻ, മുക്കാടി സ്വദേശി അബി ഇർഫാൻ എന്നിവരാണ് മരിച്ചത്. പൊന്നാനിയെ സംബന്ധിച്ച് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. അനുദിനം പുതിയ പുതിയ പ്രൊജക്ടുകളാണ് വരുന്നത്. അതിൽ അഴിമുഖത്തിന് കുറുകെ ഹൗറ മോഡൽ തൂക്കുപാലം യാഥാർത്ഥ്യമാവാൻ പോകുന്ന വാർത്തകളും ഇടം പിടിച്ചു. ഇതിന്റെ ഭാഗമായി ഭൂകെട്ടിട വില നിർണയ സർവേക്കും തുടക്കമായിട്ടുണ്ട്. പൊന്നാനിയെയും പടിഞ്ഞാറേക്കരയെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഹൗറ മോഡൽ തൂക്കുപാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് മുന്നോടിയായുള്ള ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും സമ്പൂർണ്ണ വില നിർണയത്തിനാണ് തുടക്കമായത്. തീരദേശ ഇടനാഴിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തീരദേശ പദ്ധതിയുടെ സ്പെഷ്യൽ പാക്കേജിൽ ഉൾപ്പെടുത്തി തുക നൽകാനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ പൊന്നാനി കടപ്പുറത്ത് ബീച്ച് ടൂറിസം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറം മാതൃകയിലാണ് ബീച്ച് ടൂറിസം പദ്ധതി നടപ്പിലാക്കുക. കൂടാതെ പൊന്നാനി ചമ്രവട്ടം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതും പ്രദേശത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരവുമായി. കുമ്പിടി കാങ്കപ്പുഴക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണങ്ങൾ അന്തിമ ഘട്ടത്തിലേക്കെത്തി. കൂടാതെ കോലോളമ്പ് ഒളമ്പക്കടവ് പാലത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ഒപ്പം റോഡിന്റെ ശോചനീയാവസ്ഥകളും വാർത്തകളിൽ ഇടം പിടിച്ചു. എടപ്പാളിൽ വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ട റോഡിന്റെ ശോചനീയാവസ്ഥയും തൃത്താല മേഖലകളിലെയും പൊന്നാനിയിലെ ചില റോഡുകളുടെയും തകരാറുകൾ ചർച്ചയായി. പോയ വർഷം മോഷണ പരമ്പരകൾക്ക് ഒരറുതിയുണ്ടായിരുന്നില്ല. പല കേസുകളിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് പ്രതികളെ പിടിച്ചിരുന്നു. കൂടാതെ അപകട മരണങ്ങളും ഉണ്ടായി. സന്തോഷം നിറഞ്ഞ വാർത്തകളുമൊക്കെയായി 2024 കടന്നുപോയി. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. നമസ്കാരം.